Alumendra Vesta Vesta Korimvara Talshu Vesta Vesta Korimvara Talshu ശിവ, നീ വന്നു അല്ലേ? എന്റെ ശിഷ്യന്മാരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നീയായിരുന്നു. നിന്നെ കാണാതെ മരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതി. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരുമായും ഒരു ബന്ധവുമില്ലാതെ ഞാനൊരു യാത്രയിലായിരുന്നു. നീ ഇരിക്കെ, എന്നിട്ട് യാത്രയെപ്പറ്റി വിശദമായി പറയും. എന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടിയാണ് ഞാൻ ഈ യാത്ര പോയത്. എന്നിട്ട് ഉത്തരം കിട്ടിയോ? ചിലതിനൊക്കെ. പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ച മന്ത്രവിദ്യകളെല്ലാം കൈവിട്ടോ? ഇന്ന് പഠിപ്പിച്ചതെല്ലാം തന്നെയാണ് എന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിച്ചത്. എന്റെ മകനേക്കാൾ വാത്സല്യം നിനക്ക് ഞാൻ നൽകിയിരുന്നു. അതുകൊണ്ടായിരിക്കാം അനന്തുവിന് നിന്നോട് വിദ്വേഷമുണ്ടായത്. അതുകൊണ്ടല്ലേ നീ നാട് വിട്ടു പോകേണ്ടി വന്നത്? പഴയ കാര്യങ്ങളെപ്പറ്റി ഞാനിപ്പോ ആലോചിക്കാറില്ല. അനന്തു ഇവിടെയല്ലേ? അവൻ വേറെ വീട്ടിലേക്ക് മാറി. എന്നെ നോക്കാൻ ഒരു ജോലിക്കാരനെ വെച്ചിട്ടുണ്ട് പാളെ. അയാള് വെളിയിലേക്ക് പോയിരിക്കുക. ശരിക്കും എന്താ സംഭവിച്ചത്? അറ്റാക്ക് ആയിരുന്നോ? എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. പക്ഷെ ശരിക്കും നടന്നത്, ചാമുണ്ടിക്കാവിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കാടുണ്ട്. ആ കാടിന് നടുവിലെ ഒരു മരത്തിൽ ദുഷ്ടശക്തികൾ കുടികൊള്ളുന്നതായി ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ആ ദുഷ്ടശക്തികൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്ന് ആടുമാടുകളെ കൊണ്ടുപോകുന്നതായി പറഞ്ഞ് ഗ്രാമവാസികൾ എന്റെ സഹായം തേടി വന്നു. അങ്ങനെ ഞാൻ ആ കാടിനുള്ളിലേക്ക് പോയി. അതിനെ തളയ്ക്കാനായി മന്ത്രം ചൊല്ലിയെടുത്ത എന്നെ ആ വൃക്ഷം ശിഖരങ്ങൾ കൊണ്ട് വലിഞ്ഞു മുറുക്കി. മന്ത്രശക്തിയുടെ ബലം കൊണ്ട് മാത്രമാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ആ ഭീകര സത്വം എന്റെ ശരീരം മുഴുവൻ തളർത്തി കളഞ്ഞു. ശരീരം മാത്രമല്ലേ തളർന്നുള്ളൂ, മനസ്സിനിപ്പോഴും കരുത്തുണ്ടല്ലോ. എന്താ അത്? നാരകണ്ഠ Alumendra Vesta Vesta Korimvara Talshu Talshu Nexara. ഇതെങ്ങനെ? എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ പാഠങ്ങളിൽ ഒന്ന്. അതെന്റെ കയ്യിലേക്ക് വെക്കും. ഓം ന്യാവസ ഫ്രീം സോലാം. പരകായ പ്രവേശം, അത് യാഥാർത്ഥ്യമായിരുന്നു അല്ലേ? എനിക്ക് സന്തോഷമായി. എനിക്ക് സാധിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങൾ എന്റെ ശിഷ്യന് പഠിക്കാൻ കഴിഞ്ഞല്ലോ. എല്ലാം അങ്ങയുടെ അനുഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കത് സാധിക്കാൻ കഴിഞ്ഞത്. എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യണം. ഞാൻ ഈ അവസ്ഥയിലാകാൻ കാരണമായി ആ ഭീകരസത്വത്തെ നീ തളയ്ക്കണം. എനിക്കതിനുള്ള അതിന് അറിവോ കഴിവോ ഉണ്ടോന്നറിയില്ല. പരിചയസമ്പത്ത് കൂടി ഉണ്ടെങ്കിൽ അതിന് കഴിയും. അതിനൊരു വഴിയുണ്ട്. ഇത് എന്റെ ഗുരുദക്ഷിണ. Alumendra Vesta
അങ്ങയുടെ ആഗ്രഹം സാധിച്ചിട്ട് വരൂ. ആ താളിയോല ഭദ്രമായി അങ്ങ് കയ്യിൽ കരുതണം. അത് നശിച്ചാൽ സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല.